ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ ലഞ്ച് മെനു. മുളക് വറുത്ത പുളിയും കേരള അവിയലും. ഈ നല്ല ഒരു കോമ്പിനേഷനാണ്. എൻ്റെ അച്ഛൻ കഴിച്ചിട്ട് നല്ല ഒരു കോമ്പിനേഷൻ ഒരു ഫീഡ്ബാക്ക് തന്നു. ആദ്യം ഞാൻ മുളക് വറുത്ത പുളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പുളി മാത്രമേ ഉള്ളൂ. ആദ്യം വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകിട്ട് താളിക്കുക, പിന്നെ മുളക് അത് ഫ്രൈ ചെയ്ത ശേഷം കറിവേപ്പിൻ്റെലാവും, പിന്നെ ചെറിയ ഉള്ളി. ഇതിന് ചെറിയ ഉള്ളിയാണ് നന്നായിട്ടുണ്ടാവുക. ചെറിയ ഉള്ളി ഒരു 10 ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് വതക്കണം. പിന്നെ അത് വതക്കുമ്പോഴേക്കും ഇവിടെ പുളി നമുക്ക് റെഡിയാക്കാം. ഒരു 1/2 കപ്പ് പുളി വെള്ളം വരുന്ന മാതിരി. നിങ്ങളുടെ ക്വാണ്ടിറ്റീൻ്റെ എത്ര, കറിയുടെ എത്ര കൂട്ടാൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണം അതുമാതിരി വെള്ളം അതുമാതിരി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായം ഇട്ടിട്ട് അത് നന്നായിട്ട് അതൊന്ന് ബോയിൽ ആവണം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടം. പിന്നെ ഇത് ബോയിൽ ചെയ്ത ശേഷം കുറച്ച് വെള്ളം, ഇത് ഓപ്ഷനലാണ്, വെള്ളം ഇട്ടിട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനായത്. പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് കേരള അവിയൽ. കേരളത്തിൽ പല ഭാഗത്തും പലവിധം ഉണ്ടാക്കും. ഞങ്ങളുടെ അവിടെ എങ്ങനെ ഉണ്ടാക്കുക ഞാൻ കാണിക്കാം. ഇത് മിക്സ്ഡ് വെജിറ്റബിൾ. ആദ്യം ക്യാരറ്റ്, ബീൻസ്, അവരക്ക, കൊത്തവര, ഡ്രം സ്റ്റിക്ക്, എല്ലാ വെജിറ്റബിളും യൂസ് ചെയ്യുക. പിന്നെ പംകിൻ, വൈറ്റ് ആൻഡ് റെഡ് പംകിൻ. പിന്നെ നമ്മൾ അരച്ച് തേങ്ങയും പച്ചമുളകും കുറ അരച്ചിട്ട് കേടും കറിയിലും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ആദ്യം കുക്കറിൽ വേവ് ജാസ്തിയുള്ള വെജിറ്റബിൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്യുക. സൗണ്ട് വരണ്ട, ജസ്റ്റ് അത് സിമ്മിലാക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഹാഫ് ബോയിൽ ആകുമ്പോഴേക്കും പംകിൻ, വൈറ്റ് ആൻഡ് റെഡ് പംകിൻ അതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് തൈര് അതിലിട്ടിട്ട് പിന്നെ അവസാനം നമ്മൾ അരച്ച തേങ്ങയും പച്ചമുളകും അതിൽ ഇടാം. നല്ല ടേസ്റ്റുള്ള അവിയൽ. പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിനെല്ലാം ഇട്ടിട്ട് കഴിഞ്ഞു, വാങ്ങി വെക്കാം. നല്ലൊരു ടേസ്റ്റുള്ള അവിയൽ. ചപ്പാത്തിനും നമുക്ക് യൂസ് ചെയ്യാം ഇത്. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെയുണ്ടെന്ന്. ഈ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.